ഹായ് ഗായ്സ്, എന്താണ് സുഖല്ലേ? സോ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, ലിവിങ് എക്സ്പെൻസ് ഇൻ പോളണ്ടിലെ ലിവിങ് എക്സ്പെൻസ്. എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ്, ഇവിടുത്തെ സാലറി കൊണ്ട് നമുക്ക് ഇവിടുത്തെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചോദിക്കുന്നവരോട്. മീറ്റ് ചെയ്യാൻ പറ്റും, എന്തായാലും പറ്റും. സോ ഞാൻ ഇന്ന് എൻ്റെ എക്സ്പെൻസിനെ പറ്റിയിട്ട് പറയാം. ഞാൻ ആദ്യമേ പറയാം, ഇപ്പം എൻ്റെ എക്സ്പെൻസ് ആയിരിക്കില്ല വേറൊരാൾക്ക്, ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അതൊക്കെ അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പം എൻ്റെ എക്സ്പെൻസ് ഞാൻ ഓർത്തു ഓക്കെ ഞാൻ ഷെയർ ചെയ്യാം, ഇതെൻ്റെ എക്സ്പെൻസാണ്. സോ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അബൌട്ട് ദി റെൻ്റാണ്. റെൻ്റ് അറൗണ്ട് 1500 സ്ലോട്ടിയാണ് എനിക്ക് മാസം റെൻ്റ് ആവണത്. അത് ഇപ്പം നിങ്ങൾക്ക് ഇത്രയും വേണ്ട, ഇതിനെക്കാട്ടി കുറവ് റെൻറ്റ് മതിയെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ ലൈക്ക് എനി യൂണിവേഴ്സിറ്റി ഡോമെട്രി. അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 700 to 800 സ്ലോട്ടി എന്തോ ആവലുള്ളൂ. ഈവൻ അല്ല, ഒരു ഷെയർഡ് അപ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിൽ ഒരു 1000 to 1200 സ്ലോട്ടി. സിംഗിൾ റൂമൊക്കെ ആണെങ്കിൽ ഒരു 1300 സ്ലോട്ടിക്ക് അബവ് ആവും. അതാണ് ഒരു ആവറേജ് റെൻറ്റിൻ്റെ ഒരു കിടപ്പുവശം. സോ ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അബൌട്ട് ദി ഫുഡ് എക്സ്പെൻസ്. ഈ ഫുഡ് എക്സ്പെൻസ് കംപ്ലീറ്റ്ലി നിങ്ങൾ കഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങുന്നത്, നിങ്ങൾ എങ്ങനെ ചിലവാക്കുന്നു അതിലിരിക്കും. സോ എനിക്ക് മന്ത്ലി ഒരു 600 to 700 സ്ലോട്ടി ഫുഡ് എക്സ്പെൻസ് മാത്രം ആവലുണ്ട്. അപ്പം നിങ്ങൾ ചിലപ്പോൾ അതിൽ കുറവ് ഉള്ളവർക്ക് അവർ വിചാരിക്കും, അയ്യോ ഇവക്കെന്താ ഇത്രയും എന്ന് വിചാരിക്കും. കാരണം എൻ്റെ ഫ്രണ്ട് സർക്കിളുള്ളവർ തന്നെ ഒരു 200 to 300 സ്ലോട്ടിൽ ഫുഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അപ്പോൾ അവർ കാണുമ്പോൾ അവർക്ക് ഇതെന്താ ഇങ്ങനെ. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഡെയിലി കുക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഡെയിലി കുക്ക് ചെയ്യണം. കാരണം ഡെയിലി കുക്ക് ചെയ്ത് 3 നേരം ഫുഡ് കഴിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എനിക്കിങ്ങനെ ഫുഡ് സ്കിപ്പ് ചെയ്യാനോ ഫുഡ് കഴിക്കാണ്ടിരിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ കഴിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, ഞാൻ എല്ലാ സാധനങ്ങളും വാങ്ങലുണ്ട്. ഇവൻ വെജിറ്റബിൾസ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, ഇതൊക്കെ ഞാൻ എല്ലാ മാസവും വാങ്ങും. കാരണം എനിക്ക് എന്തെങ്കിലും തോരൻ, സാമ്പാർ, ഇപ്പോൾ ചിക്കൻ കറി, ബീഫ് കറി, മട്ടൺ കറി, പോർക്ക്, മീൻ കറി, മീൻ വറുത്തത്, ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ്. സോ ഇതൊക്കെ ഞാൻ വാങ്ങി ഞാൻ തന്നെ വെച്ച് ഞാൻ തന്നെ തിന്നും. അപ്പം അതുകൊണ്ട് എനിക്ക് മന്ത്ലി ഫുഡ് എക്സ്പെൻസ് ഇത്ര ആവലുണ്ട്. പിന്നെ ഞാനൊരു മന്ത്ലി ട്വൈസൊക്കെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ പോയി ഫുഡ് ട്രൈ ആക്കലുണ്ട്. സോ അതുകൊണ്ട് എൻ്റെ എക്സ്പെൻസ് ഇത്രയൊക്കെ വരും. ഇതിൽ കുറവ് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്തായാലും. അങ്ങനെ പറ്റുന്നവർ കാണും, പറ്റാത്തവർ കാണും. എൻ്റെ എക്സ്പെൻസ് എന്തായാലും ഇത്രയുണ്ട്. പിന്നെ വരുന്നത് അബൌട്ട് ദി ട്രാവലാണ്. ട്രാവൽ എക്സ്പെൻസ്, ഞാൻ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് എനിക്ക് സ്റ്റുഡൻറ്റ് കാർഡുണ്ട്. അത് ഫ്രീ ഒന്നുമല്ല, നമ്മൾ മന്ത്ലി റീചാർജ് ചെയ്യണം. ഞാൻ 3 മാസത്തേക്കായിരിക്കും ചെയ്യണത് എപ്പോഴും. അത് അറൗണ്ട് ഒരു 140 സ്ലോട്ടി ആവും. പിന്നെ വരുന്നത് അബൌട്ട് ദി ഫോൺ റീചാർജ്, അതൊരു അറൗണ്ട് 30 സ്ലോട്ടി. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങിനൊക്കെ ഒരു 200 സ്ലോട്ടി. കാരണം ഞാൻ മന്ത്ലി ഷോപ്പിംഗ് ഒക്കെ ചെയ്യലുണ്ട്. ഡ്രസ്, കോസ്മെറ്റിക്സ്, സ്കിൻ കെയർ, വട്ടവർ യു വാണ്ട് നിങ്ങൾക്ക് വാങ്ങാം. അപ്പോൾ അതിനാവലുണ്ട്. പിന്നെ EMI ലോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നാട്ടിലോട്ട് ഞാൻ മന്ത്ലി ഫണ്ടൊന്നും അയക്കലില്ല. ഒക്കേഷണലി അയക്കും. ഈവൻ ബർത്ത്ഡേ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ഞാൻ അയക്കലുള്ളൂ. സോ അതുകൊണ്ട് നാട്ടിലോട്ട് ഞാൻ അങ്ങനെ ഫണ്ട് അയക്കലില്ല. പിന്നെ ഫീസ് ഓൾറെഡി എൻ്റെത് കഴിഞ്ഞു. സോ ഫീസിൻ്റെ ബേർഡൻസും ബോർഡറിങ്സും ഇല്ല. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള എക്സ്പെൻസ്. വേറെ എങ്ങനെ എക്സ്പെൻസ് ഒന്നുമില്ല, ഇതൊക്കെയാണ് മെയിൻ എക്സ്പെൻസ്. സോ ഓൾമോസ്റ്റ് ഒരു 2500 സ്ലോട്ടിയൊക്കെ ആവും ഒരു മാസം കഴിഞ്ഞ് പോകണമെങ്കിൽ. അപ്പം ചിലവർക്കത് കൂടുതലായിട്ട് തോന്നും, ചിലവർക്കത് കുറവായിട്ട് തോന്നും. അത് ഇപ്പം എന്താണെന്ന് എനിക്കറിയത്തില്ല. കൂടുതൽ ആയിരിക്കുന്നവർക്ക് കൂടുതൽ, കുറവായിരിക്കുന്നവർക്ക് കുറവ്, അത്രേ ഉള്ളൂ. അപ്പം ഇനി ഇതിൻ്റെ താഴെ വന്ന് ഇവള് ഇതൊക്കെ വെറുതെ പറയുന്നതാ, ഇത്രയൊന്നും ഇല്ല ശരിക്കും, എന്തിനാ വന്നിരുന്ന് തള്ളുന്നത് എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നിങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം ബൈ. നിങ്ങളുടെ എക്സ്പെൻസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോ. ഓക്കെ, ബൈ.